ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള ഒരു ഇംപ്രഷൻ എന്താണ്, അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് എന്താണ്, ഒരു ഓവറോൾ എനർജി എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് അറിയാൻ ശ്രമിക്കാം. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങളുടെ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസായി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ട് കളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് വളരെ ഡീപ്പായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. അപ്പോൾ ആദ്യമേ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ ഒരു എനർജി എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ലവേഴ്സ്, ഏസ് ഓഫ് കപ്സ്, സിക്സ് ഓഫ് സോഡ്സ്, ജസ്റ്റിസ് ആൻഡ് 10 ഓഫ് സോഡ്സ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്രയധികം ആത്മബന്ധം ഉണ്ടായിട്ടുള്ള, അല്ലെങ്കിൽ പരസ്പരം ഹാർമണിയിൽ പോയിരുന്ന ഒരു റിലേഷൻഷിപ്പിൻ്റെ എനർജി തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം ആ ഒരു ഇൻറ്റിമസി, എല്ലാ തരത്തിലുമുള്ള ആ ഒരു ഇൻറ്റിമസി അല്ലെങ്കിൽ ഒരു ബ്ലെസ്ഡ് കണക്ഷൻ എന്നൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ള ആ ഒരു എനർജി നമുക്കിവിടെ കാണാം. അത്രമാത്രം ഒരു സ്നേഹം, അൺകണ്ടീഷണൽ ലവ് ഒക്കെ പരസ്പരം ഉണ്ടായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഇനിയിപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും പ്രോബ്ലംസോ അല്ലാന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നിട്ടും ഒന്നത് റിക്കവർ ആവാനായിട്ട് ശ്രമിച്ചിരുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. അതായത് ഇപ്പോൾ ഒരു സൈലൻസ്, സെപ്പറേഷൻ ഫേസിലൊക്കെ നിന്നവരാണെന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ആത്മബന്ധം കൊണ്ട് തന്നെ അത് ഹീലായിട്ട് മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ്. ഇപ്പോൾ ചില കണക്ഷൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ രണ്ടു പേർക്കും മതിയായിട്ട് അത് ഇട്ടിട്ട് പോകാറുണ്ട്, അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യമില്ല. സോ അത് ഒരു പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചാണെന്നുണ്ടെങ്കിലും അല്ലാന്നുണ്ടെങ്കിലും അതിന് വേണ്ടിയിട്ട് കൂടുതൽ സമയം മെനക്കെടുത്താതെ അവനവൻ്റെ വഴികളിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ആ ഒരു ഇൻറ്റിമസി, അല്ലെങ്കിൽ അത്രയും ആ ഒരു ബോണ്ടിങ്, പരസ്പരം ഉണ്ടായിട്ടുള്ള ആ ഒരു ബോണ്ടിങ് കൊണ്ട് തന്നെ എന്ത് പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാലും അതൊന്ന് ഹീലായി വീണ്ടും അതിനായിട്ട് കാത്തിരിക്കുന്ന ആ ഒരു എനർജി നമുക്കിവിടെ കാണാം. പക്ഷേ കറൻ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിചാരിതമായിട്ട് ഇതിനകത്ത് വളരെ പെയിൻഫുൾ ആയിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്നുള്ളത് പറയാം. ഇപ്പോൾ ചിലവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഒരു കപ്പിൾ എനർജിയാണ്, അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് എനർജിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു കോർട്ട് ത്രൂ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നൊരവസ്ഥ, അല്ലെങ്കിൽ അവിടെ വരെയൊക്കെ ചിലപ്പോൾ കാര്യങ്ങൾ മാറി മറിഞ്ഞ് കൈവിട്ട് പോകാൻ നമ്മൾ പറയില്ല എന്ന് പറയുന്ന രീതിയിൽ എത്തിയിട്ടുണ്ടാവാം. മാത്രമല്ല അത്രയേറെ ആത്മബന്ധമുണ്ട്, സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ചില സിറ്റുവേഷൻ നമുക്ക് അംഗീകരിക്കേണ്ടതായിട്ട് വന്നേക്കാം. നമുക്കറിയാം ഇങ്ങനെ തന്നെയാണ് രണ്ടുപേരുടെ മനസ്സെന്നുള്ളത്, പക്ഷേ സാഹചര്യം കൊണ്ട് നമുക്ക് ചില കാര്യങ്ങൾ അംഗീകരിച്ചേ മതിയാവൂ എന്നുള്ളൊരു സിറ്റുവേഷൻ ചിലരുടെ ലൈഫിൽ വരാറുണ്ട്. അപ്പോൾ ആ ഒരു തരത്തിലുള്ള ഒരു എനർജിയൊക്കെ നമുക്കിവിടെ തീർച്ചയായിട്ടും കാണാം എന്നുള്ളതാണ്. പക്ഷേ അവിടെയും ഇവിടെ ഒരു ഹോപ്പായിട്ട് നമുക്ക് കാണുന്നത് ഏത് എൻഡിങ് ആണ്, അല്ലെങ്കിൽ എന്ത് ഒരു ഡൗൺഫോൾ ആണെന്നുണ്ടെങ്കിലും അവിടെ നിന്നുള്ളൊരു ഉയർത്തെണീപ്പ്, അല്ലെങ്കിൽ ആ ഒരു ന്യൂ ബിഗിനിങ് തീർച്ചയായിട്ടും ഉള്ളിൽ ആഗ്രഹിക്കുന്ന ആ ഒരു വ്യക്തികളുടെ എനർജി കൂടിയാണ്. അത് ചിലപ്പോൾ കൂടിയും കുറഞ്ഞ് നിൽക്കാം. നിങ്ങളായിരിക്കാം കൂടുതൽ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ പേഴ്സൺ ആയിരിക്കാം, രണ്ടുപേരും ഒരുപോലെ ആയിരിക്കാം. കാരണം ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിലെ കണക്ഷൻ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ട് മുന്നോട്ട് പോയിരുന്നതാണ്. രണ്ടു പേർക്കും ഒരു ഈക്വലായിട്ട് താല്പര്യവും എനർജി ഇൻവെസ്റ്റ് ചെയ്തും ഒക്കെ പോയിട്ടുള്ള ഒരു കണക്ഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഒരു നമ്മൾ പറഞ്ഞ പോലെ അനിവാര്യമായിട്ടുള്ള ചില കാര്യങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം, കുറച്ച് വിഷമിപ്പിക്കുന്നതാണെങ്കിൽ ഇങ്ങനെയാണ്, അത് അംഗീകരിച്ച് മതിയാവും എന്നുള്ളൊരു തരത്തിലുള്ളൊരു ചേഞ്ച് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ പോലും ആ ഒരു നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ, അല്ലെങ്കിൽ ഒരു ഹീലിംഗ് ഉണ്ടാവാനായിട്ട് ഉള്ള ഒരു കാത്തിരിപ്പും നമുക്കിതിനകത്ത് കാണാം എന്നുള്ളതാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ളവരുടെ ഒരു എനർജിയാണ് നമുക്കിതിനകത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി നോക്കാം ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് എന്താണ്, അവരുടെ ഒരു അഭിപ്രായം എന്താണ്, ഇംപ്രഷൻ എങ്ങനെയാണെന്നുള്ളത് അറിയാൻ ശ്രമിക്കുക.
Knight of Cups, Hierophant, Five of Swords, Emperor, Page of Cups, Ten of Cups, Devil, the Moon, Page of Wands, Page of Coins, Strength, Ace of Coins, Queen of Wands, King of Swords, Empress, Eight of Coins, Eight of Wands and Ace of Cups. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങൾ ഒരു പരിധി വരെ മനസ്സിലാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടി ഡീപ്പായിട്ട് മനസ്സിലാക്കാനായിട്ട് ഈ ഒരു വ്യക്തിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ പറയാം. ഇനിയിപ്പോൾ നിങ്ങളുടെ ഏജ് വൈസ് ആണെന്നുണ്ടെങ്കിലും കുറച്ചൊരു മെച്യൂർ ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ മെച്യൂറായിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന ഒരു വ്യക്തിയൊക്കെ ആയിരിക്കാം പബ്ലിക്കിൻ്റെ മുമ്പിലാണെന്നുണ്ടെങ്കിലും. പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ ഒരു ഇന്നർ ചൈൽഡ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ വളരെ ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റും കൂടി നിങ്ങൾക്കുണ്ടെന്ന് ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ചിലവർ ലൈഫിൽ അവരുടെ പ്രാരാബ്ദങ്ങൾ, പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഓരോരോ സ്ഥാനത്തിരിക്കുന്നത് കൊണ്ട് നമുക്ക് റെസ്പോൺസിബിലിറ്റീസ് ഉള്ളതുകൊണ്ട് ആ ഒരു പിച്ചിൽ അങ്ങനെ പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവർക്ക് അവരുടെ മനസ്സുകൊണ്ട് ചിലപ്പോൾ അവർ വളരെ യങ്ങറായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് പുറമെ ആരും അറിയാതെ തന്നെ ഒരുപാട് സ്വപ്നങ്ങൾ ഉള്ളിൽ സൂക്ഷിക്കുന്ന വ്യക്തികളായിരിക്കാം, ഒരുപാട് ടാലൻസ് ഉള്ളവരായിരിക്കാം. പക്ഷെ അങ്ങനെയുള്ളവരുടെ ആ ഒരു ഹിഡൻ ഫേസ് കണ്ടുപിടിക്കുന്നത് എപ്പോഴും, അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ കഴിയാന്ന് പറയുന്നതിന് ഏറ്റവും അടുത്ത് നിൽക്കുന്നവർക്കോ അല്ലെങ്കിൽ ചിലപ്പോൾ ചില സുഹൃത്തുക്കൾക്കോ ഒക്കെ മാത്രമായിരിക്കും. കാരണം മറ്റുള്ളവരുടെ മുന്നിൽ അവർക്ക് വേറെ ഒരു തരം ഇമേജ് ആയിരിക്കും. പറഞ്ഞ പോലെ കുറച്ചൊരു ബോൾഡാണ്, സ്ട്രോങ് ആണ്, അല്ലെങ്കിൽ തൻ്റെ ഇടമായിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ എന്നൊക്കെയുള്ളത്. പക്ഷെ അവരെന്താണെന്ന് ഈ പറയുന്ന പോലെ നമ്മുടെ ആത്മാവിൽ തൊട്ട് അറിയാമെന്ന് പറയുന്നത് പോലെ അറിയുന്നത് ഏറ്റവും വേണ്ടപ്പെട്ട ആർക്കെങ്കിലും ആയിരിക്കും. ചിലവരെ ആരും അറിയാതെ പോകുന്ന സാഹചര്യവും ഉണ്ടാവാറുണ്ട്. അവരെന്താണെന്ന് ചിലപ്പോൾ അവർക്ക് മാത്രമേ അറിയുള്ളൂ, മറ്റാർക്കും അത് മനസ്സിലാക്കാൻ കഴിയണമെന്നില്ല, അത്രയും വേണ്ടപ്പെട്ടവർക്ക് പോലും. ഈ ഒരു വ്യക്തി ഒരു പരിധിവരെ നിങ്ങളെ മനസ്സിലാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മനസ്സ് എന്താണെന്ന് ഏകദേശം പഠിച്ചിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്ന് തന്നെ പറയാം. കാരണം ഇവിടെ നിങ്ങളുടേതായിട്ടുള്ള ചില ഒരു നെഗറ്റീവായിട്ടുള്ളൊരു ഡ്രോബാക്ക്, അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള കാര്യങ്ങളായിക്കോട്ടെ, അതാണെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു വ്യക്തി അതെല്ലാം പോസിറ്റീവായിട്ട് തന്നെ എടുക്കുന്ന ഒരു മാനസികാവസ്ഥയും കൂടി നമുക്ക് കാണാം. ഇപ്പോൾ നമ്മളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ നമുക്ക് വളരെ പ്രിയപ്പെട്ട ഒരു വ്യക്തി, ആ വ്യക്തിക്ക് തീർച്ചയായിട്ടും തെറ്റുകുറ്റങ്ങൾ എല്ലാ മനുഷ്യരിലും ഉണ്ടാവും. 100% പെർഫെക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഓക്കെ ആയിട്ട് ഒരു മനുഷ്യനും ഈ ലോകത്തുണ്ടാവില്ല. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള പാളിച്ചകളുണ്ടാവും. പക്ഷേ അതങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൂടിയും അതിനേക്കാളും വലുതായിട്ട് ഇന്ന ക്വാളിറ്റി അവർക്കുണ്ട്. ഒരു മോശം കാര്യത്തിനെ പൊലിപ്പിച്ച് കാണിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് അവരുടെ നല്ല സൈഡ് കാണാനായിട്ട് ശ്രമിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെയാണ് ഈ ഒരു വ്യക്തിയുടെ അവസ്ഥ. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു സിറ്റുവേഷൻ ആയിക്കോട്ടെ, ഇപ്പോഴത്തെ ഒരു സാഹചര്യം നിങ്ങൾക്ക് രണ്ടുപേർക്കും അംഗീകരിച്ച് മതിയാവും, അതുപോലത്തെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇപ്പോഴത്തെ ഒരു തടസ്സം നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ളത്. എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഈ വ്യക്തിക്ക് കുറച്ചും കൂടി ഡീപ്പായിട്ട് നിങ്ങളെ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നിങ്ങൾ ചിലപ്പോൾ പല കാര്യങ്ങളിലും ഒരുപാട് പൊരുത്തക്കേടുകൾ ഉണ്ടായിരുന്നവരായിരിക്കാം. ഒരുപാട് ഡിഫറൻസസ് ഉണ്ടാവാം. പുറമേ നിന്ന് നോക്കുന്ന സമൂഹത്തിൻ്റെ മുന്നിലോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിലോ ഒക്കെ പല കാര്യങ്ങളിലുള്ള ഒരു അന്തരം, ഫിനാൻഷ്യലിയോ അല്ലെങ്കിൽ ചിലപ്പോൾ ഫിസിക്കലിയോ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലോ മണി റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ കുടുംബ പശ്ചാത്തലം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പല രീതിയിലുള്ള ഡിഫറൻസസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഒരുമിച്ച് പോകാൻ ശ്രമിച്ചിട്ടുള്ളവരാണ്. നമ്മൾ നേരത്തെ ആ ഒരു സ്പ്രെഡിൽ കണ്ടതാണ് നിങ്ങൾ തമ്മിലുള്ള ഒരു ഡീപ്പ് ബോണ്ടിങ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി അത് മനസ്സിലാക്കുന്നുണ്ട്. മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ചില ഒരു പാരമ്പര്യമോ അല്ലെങ്കിൽ ആ ഒരു ട്രഡീഷനൊക്കെ കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് അവർ കാണുന്നത്. കുറച്ചും കൂടി ഒരു സ്പിരിച്വലേക്ക് കണക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു മൂല്യങ്ങൾ നിങ്ങൾ മുറുകെ പിടിക്കുന്നുണ്ടാവാം. അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ സ്പിരിച്വലി ഒക്കെ ആണെന്നുണ്ടെങ്കിലും എന്തിനാണെന്നുണ്ടെങ്കിലും ടൈം മാറ്റി വെക്കുന്ന, നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു വഴി എന്താണോ വന്ന വഴി മറക്കാതിരിക്കുക നമ്മൾ പറയില്ലേ, എന്ന് പറയുന്ന പോലത്തെ ഒരു വ്യക്തിയായിട്ട് തന്നെ അവർ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു ഒരു ഫേസ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ വളരെ ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ്, അല്ലെങ്കിൽ ആ ഒരു ലവിങ്, അല്ലെങ്കിൽ ആ ഒരു ലവബിൾ ആയിട്ടുള്ള ഒരു സൈഡ് നിങ്ങൾക്കുണ്ടെന്നാണ് ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കിയിട്ടുള്ളത്. ചിലപ്പോൾ എല്ലാവരുടെയും മുന്നിലും അത് നിങ്ങൾ ഓപ്പൺ അപ്പ് ആക്കിയിട്ടുണ്ടാവില്ല. ചിലപ്പോൾ എല്ലാവരുടെയും മുന്നിൽ അത്രയും ഈസി ഗോയിങ് ആയിട്ടുള്ള വ്യക്തിയെ ആയിരിക്കണം എന്നില്ല.
മറ്റുള്ളവരുടെ മുമ്പിൽ കുറച്ചൊരു വിലപിടുത്തമൊക്കെ ആൾക്കാർക്ക് തോന്നിയേക്കാം. പക്ഷേ നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്. ആ ഒരു സ്നേഹം, ഇമോഷൻസ് ഒരുപാട് ഈ ഒരു വ്യക്തിയോട് നിങ്ങൾ കാണിച്ചിട്ടുണ്ടാവാം. അപ്പോൾ അതെല്ലാം നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ചില കാര്യങ്ങൾക്കൊരു വാശി പിടിക്കുന്ന ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവാം. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു മെച്യൂരിറ്റി ചിലപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ മുന്നിൽ നിങ്ങൾ കാണിക്കണമെന്നില്ല. ചിലപ്പോൾ നിങ്ങൾ പറയുന്ന കാര്യം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് തല്ലുകൂടുന്ന ഒരു പ്രവണത ഉണ്ടാവാം. ആ ഒരു ആംഗിളിലൊക്കെ നമുക്ക് കാര്യങ്ങൾ കാണാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ അതേ സമയം തന്നെ ആ ഒരു പേഴ്സൺ പറയുന്നത് നിങ്ങൾ കുറച്ച് ആ ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ഉള്ള അല്ലെങ്കിൽ ഒരുപാട് സ്വപ്നങ്ങളുള്ള ഒരു പേഴ്സണും കൂടിയാണ്. ചിലപ്പോൾ ഈ ഒരു വ്യക്തിയുടെ അടുത്ത് മാത്രമായിരിക്കാം നിങ്ങൾ അങ്ങനെയുള്ള ഒരു എനർജിയും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. മറ്റുള്ളവരുടെ മുന്നിൽ വളരെ സ്റ്റബേൺ ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഇവരുടെ മുന്നിലായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ എന്താണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കുട്ടിത്തം എന്താണെന്ന് ചിലപ്പോൾ നിങ്ങൾ തുറന്ന് കാണിച്ചിട്ടുള്ളത് ഈ ഒരു പേഴ്സൻ്റെ മുന്നിലായിരിക്കാം. ഇത് കൂടുതൽ വ്യക്തികൾക്കും തീർച്ചയായിട്ടും ഇതൊരു കപ്പിൾ എനർജി ആയിട്ട് വരാനാണ് സാധ്യത കൂടുതൽ. അല്ലാന്നുണ്ടെങ്കിൽ ചിലവർക്ക് ഈ പറഞ്ഞതുപോലെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. അല്ലെങ്കിൽ അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് എന്തായാലും പാസ്റ്റിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് നല്ലതുപോലെ കാണാം. അപ്പോൾ നിങ്ങളോട് ഒരുപാട് ഫിസിക്കൽ അട്രാക്ഷൻ ഉള്ള ഒരു പേഴ്സണാണ്. നിങ്ങളുടെ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് ആയിക്കോട്ടെ, ചിലപ്പോൾ ഈ ഒരു വ്യക്തിയെക്കാളും കുറച്ചും കൂടി ഒരു അപ്പീലിംഗ് ആയിട്ട് നിൽക്കുന്നത് നിങ്ങളായിരിക്കാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ഒരുപാട് തീവ്രമായിട്ടുള്ളൊരു അട്രാക്ഷൻ ഈ ഒരു പേഴ്സണ് നിങ്ങളോടുണ്ട്. മാത്രമല്ല അവരുടെ ലൈഫിൽ അവരെന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഓടി ഒളിച്ച് മാറി നിൽക്കാൻ പോയി കഴിഞ്ഞാലും അവർ നിങ്ങളുടെ ആ ഒരു ഓർമ്മകളിലായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു എനർജിയിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന ഒരു പേഴ്സണായിട്ട് അവരെ തന്നെ കാണുന്നുണ്ട്. അവർ പോലും അറിയാതെ അവർ നിങ്ങളിൽ തന്നെ കറങ്ങി നടക്കുന്ന ഒരു പേഴ്സൺ എനർജി ആയിട്ട് തന്നെ നമുക്ക് കാണാം. മാത്രമല്ല കുറച്ചും കൂടി ഒരു ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സൈക്കിക് എബിലിറ്റി ഒക്കെ ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കാം നിങ്ങൾ. അതായത് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാനുള്ള ഒരു കഴിവ്. ചിലപ്പോൾ ഈ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ കള്ളത്തരങ്ങളോ കാര്യങ്ങളോ ഒക്കെ കാണിച്ചാൽ പെട്ടെന്ന് നിങ്ങൾക്ക് അത് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റുമായിരിക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു ആദ്യമേ സ്പിരിച്വലി ഒക്കെ മറ്റുള്ളവരെക്കാളും ചിലപ്പോൾ കുറച്ചും കൂടി കയറി നിൽക്കുന്ന അല്ലെങ്കിൽ ആ ഒരു പാരമ്പര്യം അല്ലെങ്കിൽ അവനവൻ്റെ മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കുന്ന ഒരു പേഴ്സൺ ആണെന്നുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഈ പറഞ്ഞ ഒരു എബിലിറ്റി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആ ഒരു അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഇൻറ്റ്യൂട്ടീവ് പവർ കുറച്ചും കൂടി കൂടുതലായിരിക്കാം ഈ ഒരു പേഴ്സണേക്കാളും. അതെല്ലാം അവർ നിങ്ങളുടെ ഒരു പോസിറ്റീവായിട്ടുള്ള ക്വാളിറ്റി ആയിട്ട് തന്നെ കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ഒരു വലിയൊരു കഴിവായിട്ട് തന്നെയാണ് ഈ ഒരു പേഴ്സൺ കാണുന്നത്. അതുപോലെ തന്നെ ഉള്ളുകൊണ്ട് ഒരുപാട് ഹേർട്ട് ഉണ്ടായാലും ഒരുപാട് പെയിൻ അനുഭവിക്കുന്നുണ്ടെങ്കിലും മറ്റാരോടും അത് തുറന്നു പറയാൻ വലിയ താല്പര്യം കാണിക്കാത്തൊരു പേഴ്സൺ ആയിരിക്കാം. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ എനിക്കൊരു കുഴപ്പമില്ല, ഐ എം ഓക്കെ എന്നുള്ള ആ ഒരു രീതിയിൽ നിൽക്കുന്ന ഒരു വ്യക്തി. ഇനി വേറൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ആരുടെയും ഒരു സഹതാപം പിടിച്ചു പറ്റാൻ ആഗ്രഹിക്കാത്ത ഒരു പേഴ്സണാണ്. ഇപ്പോൾ ചിലർക്കൊരു കാര്യമുണ്ട്, അവരുടെ ലൈഫിലൊരു 10% ദുഃഖമാണ് അല്ലെങ്കിൽ കുറച്ചൊരു പെയിൻ വന്നു കഴിഞ്ഞാൽ തന്നെ എല്ലാവരെയും പൊട്ടി വിളിച്ചറിയിക്കുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ ഇരട്ടിയായിട്ട് പറയുന്ന ആൾക്കാരുണ്ട്, ഞാൻ ഇന്ന ഇന്ന പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നു, എല്ലാവരുടെയും ഒരു സിമ്പതി കിട്ടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ. പക്ഷെ നിങ്ങൾ അങ്ങനെയുള്ള ഒരു പേഴ്സൺ അല്ലെന്നാണ് ഈ ഒരു വ്യക്തി പറയുന്നത്. നിങ്ങളുടെ ഒരു പ്രശ്നം എന്താണോ പെയിൻ എന്താണോ അതൊന്നും ചിലപ്പോൾ നിങ്ങൾ ആരെയും കാണിക്കുന്നുണ്ടാവില്ല. മറ്റുള്ളവരുടെ മുന്നിൽ വളരെ എനർജറ്റിക് ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കിയായിരിക്കാൻ പോകുന്നത്. നിങ്ങളുടെ പെയിൻ എന്താണ്, വിഷമം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മാത്രമേ ഒരു പക്ഷേ അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ചില കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ജെമ്മാണ് അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ അത്രയും ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് നിങ്ങൾ, അല്ലെങ്കിൽ ആയിരുന്നു എന്നുള്ള ഒരു തരത്തിൽ നമുക്കിവിടെ കാണാം. അത്രയധികം ഒരു ഇമ്പോർട്ടൻസ് ഈ ഒരു പേഴ്സൺ അവരുടെ ലൈഫിൽ നിങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. ചിലപ്പോൾ ഈ ഒരു പേഴ്സണെയും അത്രയും നിങ്ങൾ തിരിച്ചും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവാം. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നതും അതാണ്, നിങ്ങളുടെ ആ ഒരു സ്ട്രെങ്ത് അല്ലെങ്കിൽ ആ ഒരു കേപ്പബിലിറ്റി, ഇമോഷൻസ് കൺട്രോൾ ചെയ്ത് വെക്കാനുള്ള ആ ഒരു കഴിവ്. നിങ്ങളുടെ ഉള്ളിൽ ചിലപ്പോൾ സങ്കടം അണപൊട്ടി ഒഴുകുകയാണെന്നുണ്ടെങ്കിലും അത് ചിലപ്പോൾ ഒരു പരിധിവരെ നിയന്ത്രിക്കാനോ മറ്റാരെയും അറിയിക്കാതിരിക്കാനോ ഒക്കെ നിങ്ങൾക്ക് കഴിഞ്ഞെന്ന് വരാം. എന്നാൽ മറ്റുള്ളവരുടെ മുന്നിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഒന്നിനൊരു കുറവില്ലാത്തൊരു പേഴ്സൺ അല്ലെങ്കിൽ വളരെ ചിലവരെ നമ്മൾ പറയാറുണ്ട് പുറമേ നിന്ന് കാണുമ്പോൾ ഇവർക്കൊരു ദുഃഖമില്ല, ഇവരുടെ ലൈഫ് ഭയങ്കര ഹാപ്പിയാണോ എന്നൊക്കെ ചിന്തിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ആ ഒരു പേഴ്സണ് ദുഃഖമില്ല അല്ലെങ്കിൽ അവർ വിഷമിക്കുന്നില്ല ഉള്ളതല്ല. അവരുടെ ദുഃഖവും വിഷമവും ഒന്നും അവരാരെയും കാണിക്കുന്നില്ല. ആ ഒരു ഫേസ് മറ്റാരെയും കാണിക്കാൻ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്. അത് അവരിൽ തന്നെ ഇരുന്നോട്ടെ. നമ്മളുടെ നല്ല മുഖം അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു സന്തോഷം മറ്റുള്ളവർ കണ്ടാൽ മതി, ദുഃഖം എന്തിനാ മറ്റുള്ളവരോട് പറയുന്നത് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. മേ ബി ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ ആയിരിക്കാം. ഇനി അതുപോലെ ചില സമയത്ത് ചിലപ്പോൾ ആലോചിച്ച് തല പുണ്ണാക്കുന്നൊരു സ്വഭാവം നിങ്ങൾക്ക് ഉണ്ടാവാം. വളരെ ഷാർപ്പായിട്ട് കാര്യങ്ങൾ അനലൈസ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ തലനാരി ഇഴകേറി പരിശോധിക്കുക എന്നൊക്കെ പറയുന്ന പോലെ അത്രയും ഡീപ്പായിട്ട് ചിലപ്പോൾ പല പ്രശ്നങ്ങളിലും നിങ്ങൾ ആഴത്തിൽ വേറെ ആരും ചിന്തിക്കാത്ത പോലെ ഡീപ്പായിട്ടൊക്കെ ചിന്തിച്ച് ചിലപ്പോൾ സ്വയം കുറച്ചൊരു പ്രശ്നത്തിലകപ്പെട്ടേക്കാം.
അതായത് ചിലർക്ക് ഈ പറഞ്ഞ പോലെ ചിന്തകൾ കൂടിയിട്ട് അവനവൻ തന്നെ മനസ്സുകൊണ്ട് ചില കാര്യങ്ങൾ ചിന്തിച്ചുണ്ടാക്കിയിട്ട് വിഷമിക്കുന്ന ഒരവസ്ഥ. അല്ലാന്നുണ്ടെങ്കിൽ അത് ഒരു കോൾഡായിട്ട് ചിലപ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് ഉള്ള പേഴ്സണെ കുറിച്ചായിരിക്കും, ചിലപ്പോൾ ഈ ഒരു വ്യക്തിയെക്കുറിച്ചായിരിക്കും ചില കാര്യങ്ങളൊക്കെ തോന്നുമ്പോൾ ചിലപ്പോൾ അത് മനസ്സിനകത്ത് വെച്ചിട്ട് ഒരു റിജിഡായിട്ട് ഇരിക്കുന്ന ആ ഒരു സ്വഭാവവും കാര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടെന്നാണ് ഈ ഒരു പേഴ്സൺ പറയുന്നത്. പക്ഷെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോലും അറ്റ് ദ സെയിം ടൈം നിങ്ങളൊരു വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണും കൂടിയാണ്. അങ്ങനെയൊക്കെ നിങ്ങൾ കാണിച്ചു കഴിഞ്ഞാലും, അല്ലെങ്കിൽ നമ്മളിവിടെ ഫസ്റ്റ് പറഞ്ഞതുപോലെ കുറച്ചൊരു വഴക്കാളിത്തരം കാണിക്കുക, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണിൻ്റെ മുന്നിൽ ചിലപ്പോൾ നിങ്ങളൊരു കൊച്ചുകുട്ടിയുടെ പോലെ കാണിക്കുക, എന്തു ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾക്കൊരു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു വശവും കൂടി ഉണ്ട് എല്ലാവരെയും ചേർത്ത് നിർത്താൻ. അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും ആ ഒരു നിങ്ങളുടെ ഒരു കംഫർട്ട് സോണിനകത്ത് ഈ ഒരു പേഴ്സൺ നിന്നിട്ടുണ്ടാവണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്നേഹവും പരിചരണമൊക്കെ കിട്ടിയിട്ടുള്ള പേഴ്സൺ ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ ചില കാര്യങ്ങൾ നെഗറ്റീവായിട്ട് അവർക്ക് തോന്നിയാലും അതൊന്നും വലിയൊരു നെഗറ്റീവായിട്ട് ആ ഒരു പേഴ്സൺ കാണുന്നില്ല. കാരണം അതിലും മികച്ചതായിട്ട് നിങ്ങൾക്ക് ഇന്ന സ്വഭാവം കൂടി ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു പേഴ്സൺ നിങ്ങൾ ഒരുപാട് മറ്റൊരു ലെവലിൽ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞത്. ചിലവരെയൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്, അവരുടെ ചെറിയ ചെറിയ പോരായ്മകൾ, ചെറിയ കാര്യങ്ങളായിരിക്കും, പക്ഷെ അത് ഭയങ്കരമായിട്ട് പെരുപ്പിച്ച് പറയുന്ന ആൾക്കാരുണ്ട്. ഓപ്പോസിറ്റ് നമ്മുടെ പാർട്ട്ണറാണ്, ഈവൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരുപാട് നാളുകളായിട്ട് പ്രണയത്തിലുള്ള വ്യക്തികളായിരിക്കും, എങ്കിൽ പോലും ചെറിയൊരു പോരായ്മയായിരിക്കും, അത് വലിയൊരു സംഭവമാണ്, അത് എന്നെ ഇത്രത്തോളം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞു കളയും. എന്നാൽ അവരുടെ വേറെ പല പോസിറ്റീവായിട്ടുള്ള ക്വാളിറ്റിയും ചിലപ്പോൾ ഓർക്കണമെന്നില്ല, അതിനേക്കാളും മികച്ച എത്രയോ നല്ല കാര്യങ്ങളുണ്ട് എന്ന് പോലും ചിന്തിക്കാതെ കുറ്റം പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഈ പേഴ്സൺ തീർച്ചയായിട്ടും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നിങ്ങളെക്കുറിച്ച് കാണുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ അകന്ന് നിൽക്കുന്ന ഒരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളെക്കുറിച്ച് ആ ഒരു തരത്തിലാണ് ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇനി അതുപോലെ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരു സ്വഭാവം, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു പ്രൊവോക്ക് ആവുക, അല്ലെങ്കിൽ ഇറിറ്റേറ്റ് ആവുന്ന ഒരു എനർജിയൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവാം. ആ ഒരു ദേഷ്യവും കാര്യങ്ങളൊക്കെ വരുന്നത് പോലെ തന്നെ പെട്ടെന്ന് അത് തണുത്ത് കുറഞ്ഞു പോകുക നമ്മൾ പറയില്ല എന്ന് പറയുന്നത് പോലെ ശാന്തമാവുന്ന ഒരു പേഴ്സണാലിറ്റിയും കൂടി ആയിരിക്കണം. കാരണം ഈ ഒരു പേഴ്സൺ അങ്ങനെയാണ് പറയുന്നത്, നിങ്ങൾ വളരെ ഒരു പെട്ടെന്ന് ദേഷ്യം വരിക, അല്ലെങ്കിൽ ആ ഒരു തരത്തിലൊരു ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു അവസരത്തിൽ തന്നെ ശാന്തമായിട്ട് പോകാനുള്ളൊരു കഴിവ് നിങ്ങൾക്കുണ്ട്. പിന്നെ ഇവിടെ നിങ്ങളുടെ ഏറ്റവും എടുത്തു പറയേണ്ടുന്ന ഒരു ക്വാളിറ്റിയായിട്ട് ഈ ഒരു പേഴ്സൺ കരുതുന്നത് നിങ്ങൾ വളരെ ജെന്യുവിൻ ആണെന്നുള്ളതാണ്. നിങ്ങൾ വളരെ ജെന്യുവിനാണ്, ഹോണസ്റ്റായിട്ട് അല്ലെങ്കിൽ ലോയലായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആ ഒരു കാര്യത്തിൽ ഈ പേഴ്സൺ യാതൊരു തർക്കവും ഇല്ല. നിങ്ങൾ അത്രയും ജെന്യുവിനായിട്ട് തന്നെ ഈ ഒരു വ്യക്തി കാണുന്നുണ്ട്. മാത്രമല്ല നിങ്ങൾ വളരെ ഒരു ഹാർഡ് വർക്കർ ആണെന്ന് പറയുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ അത്രയും ഹാർഡ് വർക്ക് നേടി മുന്നോട്ട് പോയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും. ചിലവരിപ്പോൾ കരിയർ റിലേറ്റഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഒരു കാര്യം വിചാരിച്ചു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കുന്ന ആൾക്കാർ. അപ്പോൾ എന്ന് പറയുന്ന പോലെയുള്ള ഒരു എനർജി ആയിരിക്കാം. മാത്രമല്ല നിങ്ങളോട് എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കാനാണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത്. നിങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അവർ വളരെയധികം ഇഷ്ടപ്പെടുന്നു എന്നുള്ളൊരു കാര്യം നമുക്ക് കാണാം. മാത്രമല്ല നമ്മൾ നേരത്തെ ആ ഒരു സ്പ്രെഡിനകത്താണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു, ഇമോഷൻസിനെ കുറിച്ച് പറഞ്ഞു, അതിവിടെയുണ്ട്. നിങ്ങളുമായിട്ടുള്ള ആ ഒരു സ്നേഹം, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ ഈ ഒരു പേഴ്സൺ അത്രത്തോളം നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങൾ അവരെയും ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് അവർക്കറിയാം. അതായത് എത്രയൊക്കെ അകൽച്ചയിലാണെന്ന് പറഞ്ഞാലും എന്തെല്ലാം പ്രശ്നങ്ങൾ നിങ്ങൾക്കിടയിലുണ്ടായി ഒരു എൻഡിങ്ങിൻ്റെ ഒരു ലെവലിൽ വന്ന് നിൽക്കുന്ന ഒരവസ്ഥയാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ഒരു ജെനുവിനിറ്റിയും അല്ലെങ്കിൽ അവരോടുള്ള സ്നേഹവും ഈ ഒരു പേഴ്സണ് നല്ലതുപോലെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ആ ഒരു കാര്യം അവർക്ക് നല്ലതുപോലെ അറിയാം. അവർ ചിലപ്പോൾ ഒരുപാട് ഘട്ടങ്ങളിൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു പേഴ്സണും കൂടി ആയിരിക്കാം നിങ്ങൾ. അപ്പോൾ അതൊന്നും ഈ വ്യക്തി മറന്നിട്ടില്ല. അവരുടെ മനസ്സിൽ അങ്ങനെയുള്ളൊരു പിക്ചറാണ് നിങ്ങളെക്കുറിച്ചുള്ളത്. പിന്നെ നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ അങ്ങനെ ബ്ലെയിം ചെയ്യാനായിട്ട് വിചാരിക്കുന്ന ഒരു പേഴ്സൻ്റെ ഒരു മൈൻഡ് സെറ്റ് അല്ല. നിങ്ങളെക്കുറിച്ചുള്ള സ്വാഭാവികമായിട്ട് ചില പോരായ്മകൾ ഉണ്ടെന്നുണ്ടെങ്കിലും അതിനേക്കാളൊക്കെ മികച്ച ചില നല്ല ഗുണങ്ങൾ നിങ്ങൾക്കുണ്ടെന്ന് കരുതുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങളുമായിട്ട് കണക്റ്റിംഗ് ആവുന്ന നമ്പേഴ്സ് നമ്പർ 3, നമ്പർ 4, നമ്പർ 5, നമ്പർ 15 ആൻഡ് നമ്പർ 18. ഇനി അതുപോലെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള സോഡിയാക് സൈൻസ് കാപ്രിക്കോൺ, പൈസിസ്, ഏരീസ് ആൻഡ് ടോറസ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്കിപ്പോൾ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ് ആയിരിക്കണം ആവശ്യം. കാരണം റിലേഷൻഷിപ്പ് അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ട് തന്നെ നിങ്ങൾ യൂണിവേഴ്സിനോട് ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.